ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിന് പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആട് 3 എന്ന ചിത്രം കണ്ടതിന് ശേഷം അതിൻ്റെ എൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടാതെ ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുള്ളവരാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യമായി സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. അതായത് സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ആ ഒരു പ്രത്യേക കല്ലിന്റെ പവർ കൊണ്ട് ഒരു കവാടത്തിന്റെ അടുത്ത് എത്തുന്ന അസാം ഖാനും ആ രാജാവും അതേ സ്ഥലത്ത് തന്നെ വർഷങ്ങൾക്കിപ്പുറം എത്തുന്ന ഡ്യൂഡും ഷാജി പാപ്പനും ടൈം ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ഇവർ 4 പേരും 2 കാലഘട്ടങ്ങളിലേക്കായി ടൈം ട്രാവൽ ചെയ്തു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്തു പോകുന്നതിന്റെ ഫലമായി പാസ്റ്റിൽ നിന്നും ആ രാജാവ് ഷാജി പാപ്പന്റെ ആ ഒരു പ്രസന്റിലുണ്ടായിരുന്ന ഡ്യൂഡ് ആ രാജാവും അസം ഖാനുമെല്ലാം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കും എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇവിടെ വെച്ച് അവർ ടൈം ട്രാവൽ ചെയ്യുന്നത് ആ ഒരു കവാടത്തിന്റെ അടുത്ത് വെച്ചാണെങ്കിലും ടൈം ട്രാവൽ ചെയ്ത് പുറത്തെത്തുന്നത് ആ ഒരു സ്ഥലത്തല്ല, പകരം മറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ് കാണിക്കുന്നത്. അതായത് രാജാവ് ആ ഒരു കവാടത്തിന്റെ അടുത്താണ് ടൈം ട്രാവൽ ചെയ്ത് പോയതെങ്കിലും എത്തിയിരിക്കുന്നത് ഒരു യോഗം നടക്കുന്ന സ്ഥലത്തായിട്ടാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഡ്യൂഡ് എത്തിയിരിക്കുന്നത് ആ ഒരു കവാടത്തിന്റെ അടുത്തല്ല, പകരം ഒരു കള്ള് ഷാപ്പിന്റെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ സ്ഥലങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ എത്തിയിരിക്കുന്നത് അവരെ പോലെ ടൈം ട്രാവൽ ചെയ്തു പോയിട്ടുള്ള അവരുടെ രൂപമുള്ള മറ്റേ ആൾക്കാർ ഉണ്ടാകേണ്ട സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലോ ആണെന്ന് കാണാം. അതായത് രാജാവ് എത്തിയിരിക്കുന്നത് ഷാജി പാപ്പൻ പങ്കെടുക്കേണ്ട ഒരു യോഗത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഡ്യൂഡ് എത്തിയിരിക്കുന്നത് അസം ഖാനെ പറ്റി സർബത്ത് ഷമീറിന്റെ രൂപത്തിലുള്ള ആ പഴയ എഞ്ചിനീയർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതായത് ഇവർ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്തായിട്ടല്ല കാണിക്കുന്നത്, പകരം ഇവരുടെ അവരനായിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണെന്ന് കാണാം. സോ ഈ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഷാജി പാപ്പൻ എത്തിയിരിക്കുന്നത് ആ ഒരു രാജാവ് ഉണ്ടാകേണ്ട ഏതോ ഒരു സ്ഥലത്തിലായിരുന്നു. അതേപോലെ തന്നെ അസം ഖാൻ എത്തിയിരിക്കുന്നതും ഡ്യൂഡ് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഡ്യൂഡിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തായിരുന്നു. ഉദാഹരണത്തിന് അസം ഖാൻ എത്തിയിരിക്കുന്നത് ഡ്യൂഡിനെ അത്രയും കാലം അടിമയാക്കി വെച്ചിരുന്ന ആ കഴുതയെ കൂട്ടി കൊപ്ര ആട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തായിരിക്കുമെന്ന് അനുമാനിക്കാം. അവിടേക്ക് എത്തുന്ന അസം ഖാനെ ആ ഒരു തമിഴൻ ഡ്യൂഡ് ആണെന്ന് തെറ്റിദ്ധരിച്ച്, ഡ്യൂഡ് വേഷം മാറി വന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ക്രൂരമായി ജോലിയും മറ്റും ചെയ്യിക്കുന്നതായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ അസം ഖാൻ എന്ന വ്യക്തി വളരെ ക്രൂരമായി മറ്റുള്ളവരോടെല്ലാം പെരുമാറിയിരുന്നതിന്റെ വിപരീതമായി ഈ തമിഴന്റെ അടുത്തേക്ക് എത്തുന്ന അസം ഖാന് അത്തരത്തിലുള്ള പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വളരെ രസകരമായിട്ട് അടുത്ത ഭാഗത്തിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത്രയും നാൾ ആ തമിഴന്റെ അടുത്തും ഹോട്ടലിലുമെല്ലാം പീഡനങ്ങൾ സഹിച്ച് കഴിഞ്ഞു വന്നിരുന്ന ഡ്യൂഡ് അസം ഖാന്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതുവരെ താൻ അനുഭവിച്ച പീഡനങ്ങളുടെയും പരാജയങ്ങളുടെയും എല്ലാം ദേഷ്യത്തിൽ അസം ഖാന്റെ ആ ഒരു പദവിയും തന്റെ പടയാളികളുടെ ബലവും കൊണ്ട് പ്രസന്റിലെ രൂപമുള്ള ആൾക്കാർ അന്നും ഉള്ളതുകൊണ്ട് പ്രതികാരം എന്നവണ്ണം താൻ അനുഭവിച്ച പീഡനങ്ങൾ പോലെ അവരോടെല്ലാം പീഡനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും കരുതാം. അതേപോലെ തന്നെ ഷാജി പാപ്പൻ എത്തിയിരിക്കുന്നത് മിക്കവാറും ആ രാജാവ് ആ സമയം മഹാരാജാവിനെ കാണാനായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാജി പാപ്പൻ ആ രാജാവിന്റെ മുന്നിലേക്കായിരിക്കാം ടൈം ട്രാവൽ ചെയ്തെത്തുന്നത്. അവിടെ വെച്ച് രാജാവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഷാജി പാപ്പാനെ ആ ഒരു മഹാരാജാവ് സ്വീകരിക്കുകയും യുദ്ധത്തിന് വേണ്ടി അസം ഖാനെ നേരിടാനുള്ള കാര്യങ്ങളെല്ലാം ഷാജി പാപ്പന് കൊടുക്കുകയും തുടർന്നു വരുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കാം നമ്മൾ കാണാൻ സാധ്യതയുള്ളത്. അതിലൂടെ പഴയ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഷാജി പാപ്പനും ആ രാജാവിന്റെ പടയാളികളും ചേർന്നുകൊണ്ട് ഷാജി പാപ്പനോടൊപ്പം പഴയ കാലത്തിലേക്ക് എത്തിയ ഡ്യൂഡും അസം ഖാന്റെ പടയാളികളും ചേർന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും സിനിമയുടെ ഏറ്റവും ഒടുവിൽ കാണാൻ സാധ്യതയുള്ളതും ഈ ഒരു ഫൈറ്റ് തന്നെയാകും. ഇതിന് നേരെ ഓപ്പോസിറ്റായി പ്രസന്റിൽ ഷാജി പാപ്പന്റെ ആളുകളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ള രാജാവും ഡ്യൂഡിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള അസം ഖാനും ചേർന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റും നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, ഈ ഷാജി പാപ്പൻ എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് വളരെ കോമഡി ആയിട്ടാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അബദ്ധങ്ങൾ പറ്റുന്ന ആളായിട്ടാണ് ഈ 3 ചിത്രങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ രാജാവിനെ കാണിച്ചിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. രാജാവ് ചെയ്യുന്ന കാര്യങ്ങളിലും ചില അബദ്ധങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും രാജാവ് വളരെ ബുദ്ധിമാനായിട്ട് ആ കല്ലെല്ലാം വളരെ തന്ത്രപരമായി മാറ്റുന്നതായിട്ടും യുദ്ധത്തിന് വേണ്ട പല കാര്യങ്ങളും നടത്തുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
പ്രസന്റിലേക്ക് വന്നിരിക്കുന്ന രാജാവ് ഷാജി പാപ്പനും മറ്റും നടത്തിയിരുന്ന ആ മണ്ടത്തരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് ഈ ഒരു പ്രസന്റിൽ പല കാര്യങ്ങൾ നടത്തുന്നതായിട്ടും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഷാജി പാപ്പൻ പല മണ്ടത്തരങ്ങൾ അവിടെ കാണിച്ചുകൊണ്ട് പോകുന്നതായിട്ടുമെല്ലാമാകും നമ്മൾ കാണാൻ സാധ്യതയുള്ളത്. എന്നാൽ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഷോട്ടിൽ ഷാജി പാപ്പൻ രാജാവിന്റെ വേഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇനി വരുന്ന ഭാഗത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ മറ്റ് മാർഗങ്ങളില്ലാതെ വരുന്ന അവസരത്തിൽ നമ്മൾ ആട് 2-ൽ മറ്റ് മാർഗങ്ങളില്ലാതെ വരുന്ന അവസരത്തിൽ ഷാജി പാപ്പൻ ലാസറുമായി ഫൈറ്റ് നടത്തിയതുപോലെ ഇവിടെയും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുന്ന അവസരത്തിലായിരിക്കാം ഷാജി പാപ്പൻ ആ ഒരു യുദ്ധം നടത്തുന്നതായി വളരെ ധൈര്യത്തോടെ യുദ്ധം നടത്തുന്നതായി കാണിക്കാൻ സാധ്യതയുള്ളത്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂഡിന്റെ കാര്യത്തിലും അസം ഖാന്റെ കാര്യത്തിലും സംഭവിക്കും. അതായത് ഇത്രയും നാൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ഡ്യൂഡ് അതിന്റെ എല്ലാം പ്രതികാരം ചെയ്യുന്നതായിട്ടും ഇത്രയും നാൾ ഒരുപാട് ക്രൂരതകൾ നടത്തിയിട്ടുള്ള അസം ഖാൻ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതായിട്ടെല്ലാം കാണാൻ സാധ്യതയുണ്ട്. ഇനി ഇവരെല്ലാം എങ്ങനെയാണ് തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ കാലഘട്ടങ്ങളിലേക്ക് എത്തുന്നതെന്ന് നോക്കിയാൽ ഈ ഒരു യുദ്ധത്തിന്റെ എല്ലാം ഒടുവിലേക്ക് എത്തുന്ന സമയത്ത് ഇവരെല്ലാം ആ ഒരു കവാടത്തിന്റെ അടുത്തേക്ക് എത്തുകയും അവിടെ വെച്ച് വീണ്ടും ആ ഒരു കല്ലിന്റെ പവർ കൊണ്ട് ടൈം ലൈൻ വീണ്ടും ക്രോസ് ചെയ്യുകയും അവർ അവരുടേതായ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിട്ടുമായിരിക്കും കാണിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഇതുകൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടാം ഭാഗത്തിൽ വന്നാൽ കൂടുതൽ രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പാപ്പനും ആ രാജാവും അല്ലെങ്കിൽ ഡ്യൂഡും അസം ഖാനും മാത്രമാണ് ടൈം ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ടൈം ട്രാവൽ നടത്തി 2 കാലഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവരെ കൂടാതെ ഇതേപോലെയുള്ള വാൾട്ടർ സായിപ്പും സാത്താൻ സേവിയറും സർബത്ത് ഷമീറും ആ പഴയ എഞ്ചിനീയറും ഇവരെല്ലാം ഇതേപോലെ ടൈം ലൈൻ ക്രോസ് ചെയ്ത് പുതിയ കാലഘട്ടങ്ങളിലേക്കും പഴയ കാലഘട്ടങ്ങളിലേക്കും വരികയാണെങ്കിൽ അവിടെയും കൂടുതൽ കോമഡിക്ക് സാധ്യതയുണ്ടെന്നും അത് വളരെ രസകരമായിരിക്കുമെന്നുമാണ് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളും ഇനി വരുന്ന സിനിമയിൽ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ ചിത്രത്തിൽ പാപ്പനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും ഒരു വെട്ടം മാത്രമാണ് പഴയ കാലഘട്ടത്തിലേക്കോ പുതിയ കാലഘട്ടത്തിലേക്കോ എല്ലാം ടൈം ട്രാവൽ നടത്തുന്നതായി കാണിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വരും ചിത്രത്തിൽ അത് വീണ്ടും ആവർത്തിക്കാൻ, അതായത് ഒരു യുദ്ധത്തിന്റെ ഇടയിലോ മറ്റോ പെട്ടെന്ന് അസം ഖാൻ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടും അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നതായിട്ടും ഇങ്ങനെ പെട്ടെന്ന് ടൈം ട്രാവൽ നടത്തുകയാണെങ്കിൽ ആളുകൾ മാറി മാറി വരികയാണെങ്കിൽ അതും വളരെ രസകരമായിരിക്കാൻ സാധ്യതയുണ്ട്. സോ അത്തരം കാര്യങ്ങളും ഒരുപക്ഷെ വരും ചിത്രത്തിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളതാണ്. എന്നിരുന്നാലും ആ ഒരു ഫോറിൻ ലേഡി ക്യാരക്ടർ മിക്കവാറും ടൈം ട്രാവൽ ചെയ്യാൻ സാധ്യതയില്ല. കാരണം മറ്റുള്ളവരെ പോലെയല്ല ആ ഒരു ലേഡി ക്യാരക്ടറിനെ ഒരേ വേഷത്തിൽ തന്നെ അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി ടൈം ട്രാവൽ ചെയ്ത് വരികയാണെങ്കിലും വലിയ പുതുമയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ആട് എന്ന ഫ്രാഞ്ചൈസിയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 3 ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇത്. കാരണം ആദ്യ ചിത്രത്തിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കോമഡികളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അത്തരം കോമഡികൾ ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും ചില കോമഡികളെല്ലാം ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിരി കൊണ്ടുവരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് പോലെയെല്ലാമാണ് തോന്നിയത്. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് വീണ്ടും കൂടുകയും, അതായത് നാച്ചുറലായി വരുന്ന ചിരികൾ വളരെ കുറവായിട്ടും ചിരിക്ക് വേണ്ടി പല കാര്യങ്ങളും കുത്തിക്കയറ്റിയതുപോലെ പല സന്ദർഭങ്ങളും കുത്തിക്കയറ്റിയിരിക്കുന്നത് പോലെയെല്ലാമാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ 3 ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ചിത്രം ആട് എന്ന 1-ാം ഭാഗം തന്നെയും അതിനുശേഷം 2-ാം ഭാഗവും അതിനുശേഷം മാത്രം 3-ാം ഭാഗം വന്നിരിക്കുന്നതായിട്ടുമാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ സിനിമയെക്കുറിച്ചും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.